ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മെയിനായിട്ടൊരു ഹോം ക്ലീനിങ് ഡേ ആണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ആകെ ഫുള്ള് മെസ്സി ആയിട്ടാണ് ഇരിക്കുന്ന റൂം. കഴിഞ്ഞ ലാസ്റ്റ് 2 ദിവസമായിട്ട് ഋതുവും ചെറിയൊരു വാശി കാരണം അവൻ എപ്പോഴും എടുത്ത് നടക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ പോകാറായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡ്രസ് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെക്കാനുള്ളത് നാട്ടിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാർഡ്രോബിൽ നിന്ന് എല്ലാ ഡ്രസ്സസും പുറത്തേക്ക് ഇട്ട സമയത്താണ് ഋതുവിൻ്റെ കരച്ചിലിട്ട് അവൻ പെട്ടെന്ന് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു എന്ന്. അല്ലെങ്കിൽ അവനിങ്ങനെ രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ ഒന്ന് കിടന്ന് കഴിഞ്ഞാൽ കുറേ നേരമൊക്കെ മുന്നേ ഉറങ്ങിയായിരുന്നു. ഇപ്പോൾ ഒരു അരമണിക്കൂർ മാക്സിമം പോയാലാണ് ഒരു 1 hour ഒക്കെ ഉറങ്ങുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാതും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ അവന് ഉറക്കം കുറവാണ്. അപ്പോൾ എന്തായാലും എണീറ്റതല്ലേ, ആ ഒരു സമയത്ത് കുറച്ചൊരു വാശിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവനായിട്ട് ഞാൻ ഹോളിൽ പോയി കുറച്ച് നേരം അവനായിട്ട് കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഓക്കെ ആയിട്ടോ. അവന് പെട്ടെന്ന് തന്നെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഫുഡ് കൊടുക്കൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവന് ഫുഡ് കൊടുത്തു. പിന്നെ റൂമൊക്കെ ഇതേ ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയാക്കണം. ആദ്യം ഞാൻ അവന് കുറച്ച് നേരം TV ഒക്കെ വെച്ച് കൊടുത്തു. TV വെച്ച് കൊടുത്താൽ അവനൊരു 10 മിനിറ്റ്, അവന് മാക്സിമം 15 മിനിറ്റൊക്കെയാണ് TV കണ്ടിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് വരും. ഞാനില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, നമ്മളും അടുത്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നാലും കുറച്ച് നേരമൊക്കെ കാണും. അല്ലാന്നുണ്ടെങ്കിൽ അവൻ അധികം സമയം TV ഒന്നും കാണില്ല. അപ്പോൾ ഞാൻ അവൻ വരുമ്പോഴത്തേനും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ കിച്ചണിൽ വരികയാണെങ്കിൽ തന്നെ അവൻ ഇതിൻ്റെ മുകളിലിരിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ അവൻ്റെ അടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളങ്ങനെ, ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവൻ എൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുക, അവൻ അതാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കുറേ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് 2 ദിവസമായിട്ട് നമ്മളിപ്പോൾ റൂമിലും ഉണ്ടായിരുന്നില്ല അധികം. ശരത്തേണ്ണനും ചുമയായ കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഋതുവിനും ഈ ഒരു ചെറിയൊരു വാശി, അവനും ചെറിയൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരുന്നു വാശി. അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ ഫുള്ള് മെസ്സിയായിട്ടായിരുന്നത്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഋതു ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനെ ഇരുത്തി അവിടെ. പിന്നെ നമ്മൾ ഈ എയർ ഫ്രയർ കുറച്ച് 2 മാസം മുന്നേ വാങ്ങിയതായിരുന്നു. എന്തായാലും ഇതിൽ തന്നെ ഇനി കുക്ക് ചെയ്യാന്നുള്ള ഒരു പ്ലാനൊക്കെ ആയിട്ടായിരുന്നു വാങ്ങിയത്. പക്ഷേ ഇപ്പം നമ്മൾ വീണ്ടും ഓയിൽ ഫ്രൈ തന്നെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. പാൻ ഫ്രൈ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എയർ ഫ്രൈ ഒക്കെ ആദ്യം നമ്മൾ വാങ്ങിയ ടൈമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിരുന്നു. ഇപ്പം നമ്മളങ്ങനെ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ സ്റ്റൗ ടോപ്പിൽ ഞാൻ ആദ്യം അലുമിനിയം ഫോയിലൊക്കെ വെച്ച് കവർ ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ അധികം നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷേ ഒരു ദിവസം ഞാനിതുപോലെ വെച്ചപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തപ്പോൾ തീ അതിൻ്റെ മുകളിലേക്ക് വന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അലുമിനിയം ഫോയിൽ ഇപ്പം അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഋതുവിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനിന്ന് റാഗിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഇത് നട്ട്സ് ഞാൻ അവനുള്ളത് പൊടിച്ച് വെക്കും കേട്ടോ. അത് കുറേ കാലത്തിന് ഉണ്ടായിരിക്കും. നമ്മളൊരു ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ്, ഇത് മിക്സ്ഡ് നട്ട്സാണ്. ഞാൻ കാഷ്യൂനട്ടും പിന്നെ അതേപോലെ ബദാമും പിസ്തയും വാൾനട്ടും കൂടി മിക്സ് ചെയ്തിട്ട് അത് പൊടിച്ച് വെക്കും. ഇത് പിന്നെ നമ്മൾ റൂമിൽ ഉപയോഗിക്കുന്നത് ഞാൻ കുറച്ച് മറ്റേ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ മക്കാന ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോട്ടസ് സീഡില്ലേ, അത് കുറേ മുന്നേ വാങ്ങിയതായിരുന്നു. ഋതുവിന് കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ അത് പൊടിച്ചിടണം നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് വാങ്ങിയതായിരുന്നു. പക്ഷേ ഞാനതങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ. അത് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നെയ്യിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് അങ്ങനെ ഇരിക്കുകയല്ല. അപ്പോൾ ഞാൻ അതും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇതാണ് കേട്ടോ ഞാൻ റൂമിലേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഉപ്പും മുളകും ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തത്. അത് ഞാൻ ഒരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെച്ചു. ഋതുവിനുള്ളത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കുറച്ച് കാലം അധികം നിൽക്കും കേട്ടോ. നമ്മൾ ചിലപ്പോൾ അവന് പാല് അല്ലെങ്കിൽ ഈ റാഗിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു ടേബിൾ സ്പൂൺ അങ്ങനെ ഇടുള്ളൂ. ഇപ്പോൾ ആശാൻ ഇങ്ങനെ ഈ പാലും കുപ്പിയിൽ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ആളൊറ്റയ്ക്ക് കുടിക്കാനൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. മുന്നത് അവനിങ്ങനെ വലിച്ച് കുടിക്കാൻ അങ്ങനെ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളതിൽ കുടിച്ച് തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്ഥാനത്താണ് അവൻ എപ്പോഴും ഇരിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കയ്യിൽ കൊടുത്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഫുൾ ടൈം അവിടെയാണ് ഇരിക്കാറുള്ളത്. പിന്നെ ഞാൻ ഫുൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഋതുവും വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. റൂം ക്ലീനിങ് ഫുൾ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈവനിങ് മിക്കവാറും പുറത്തിറങ്ങാറുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കറൻറ്റ് വർക്ക് ഫ്രം ഹോം കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. നാട്ടിൽ പോവുകയാണ് ഈ മാസം ലാസ്റ്റിന്. ഇപ്പം വന്നു കഴിഞ്ഞാലാണ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ വൈകുന്നേരം അവനായിട്ട് ഇറങ്ങാനൊക്കെ സമയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ടോപ്പ് വാങ്ങാനുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഗ്രാൻഡിൽ തന്നെ ഒരു വാസലിൽ ഗ്രാൻഡിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഋതുവിനായിട്ട് പോയി. അവൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒതുങ്ങിയിരുന്നു. പിന്നെ അവനായിട്ട് പാർക്കിലൊക്കെ പോയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ശരത്തേട്ടൻ റൂമിലെത്താൻ നേരമാകുമ്പോഴത്തേനും ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.